യൂണിറ്റ് അംഗങ്ങൾ, വ്യാപാരികൾ, വനിതാ വിങ്ങിലെ അംഗങ്ങൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഓപ്പറേഷൻ തൂഫാൻ, സർക്കാരിൻ്റെ ഓപ്പറേഷൻ തൂഫാൻ, അതിൽ നമ്മൾ പ്രധാന പങ്കാളിയായിരിക്കുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്തും കോഴിക്കോടിലും നടത്തി കഴിഞ്ഞു. യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഉദ്ഘാടനം നടത്തണമെന്നാണ്. ഉദ്ഘാടനം നടത്തുകയല്ല, അതിൻ്റെ പരിപാടികളും ആസൂത്രണം ചെയ്യണമെന്ന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും എല്ലാം നമ്മളെ അറിയിച്ചിരുന്നു, യൂണിറ്റിനെ അറിയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോഴും ഈ ഉദ്ഘാടന കർമ്മം CA കൊണ്ട് ചെയ്യിക്കുന്നത്. ലാഗോ പ്രകാശനവും ഉദ്ഘാടനവും എല്ലാം ഇപ്പോൾ ഇവിടെ വെച്ച് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത്. നമുക്കറിയാം ഈ ആയുർ പഠനത്തിൽ അരിഷ്ട കമ്പനി, അതായത് സാമൂഹ്യ വിരുദ്ധരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. എല്ലാ കടകളുടെ മുന്നിലും പ്രത്യേകിച്ച് അടഞ്ഞുകിടക്കുന്ന കടകളുടെ മുന്നിലെല്ലാം ഇവരുടെ താവളമാണ്. ഈ താവളത്തിൻ്റെ ഇരുന്നുകൊണ്ട് അതിൻ്റെ മറവിൽ അവർ രാത്രിയും പകലും എല്ലാം അവിടെ തന്നെ കണ്ടെത്തി ഭയങ്കരമായ സാമൂഹിക വിരുദ്ധ ശല്യങ്ങളാണ്. സ്ത്രീകൾക്ക്, കുട്ടികൾക്ക്, അല്ലെങ്കിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വയ്യാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഈ ബ്യൂട്ടി പാർലർ പോലുള്ള കടകളൊക്കെ സ്ത്രീകളാണ്. അവരുടെ കടയുടെ മുന്നിൽ ചേർന്നുകൊണ്ട് അവർ തമ്മിൽ അസത്യം പറയുക, എന്നുവെച്ചാൽ കുടിച്ച് ലെവലില്ലാതെ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് ലെവലില്ലാതെ അസഭ്യം പറയുക എന്ന് വേണ്ട സകലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിരിക്കുകയാണ് ആയുവിൻ്റെ വ്യാപാരികൾ. അപ്പം അതിനൊക്കെ അറുതി വരുത്താൻ ഈ ഒരു സംരംഭം ഉപയോഗപ്പെടുമെന്ന് ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അതിൻ്റെ ഒരു ഇത് കണ്ടു തുടങ്ങി. എങ്കിലും അതിനൊക്കെ ഒരു അറുതി വരുത്താൻ ഈ ഒരു സംരംഭം നല്ലതാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സംരംഭം ഇവിടെ തുടങ്ങാനായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഈ സാമൂഹിക വിരുദ്ധരെന്ന് പറഞ്ഞാൽ അവര് സാധനങ്ങൾ മോട്ടിക്കുക. ബസ് സ്റ്റാൻഡിലെ ഒരു വർക്ക് നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഇരുമ്പ് തൂണ് എടുത്ത് ഒരുത്തൻ കൊണ്ടുപോവുകയും ശ്രീ പോള് എന്നെ വിളിച്ച് പെട്ടെന്ന് പറയുകയും കടയുടെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഇരുമ്പ് തൂണ് അവിടെ പിടിച്ചിടിക്കുകയും പ്രസാദിനെ അറിയിക്കുകയും പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ അവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഇത് അടുത്ത പണി സൈറ്റിലിട്ട് കൊണ്ടുപോകാം. ഈ പണി സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ആക്രി കടയാ. അവിടെ കൊണ്ടു ചെന്നാൽ 4-1 തുക അവന് കൊടുക്കുന്നത്. അവനത് മതി മരുന്നടിക്കാൻ, അല്ലെങ്കിൽ അരിഷ്ടടിക്കാൻ അത് മതി. അപ്പൊ എന്റെ കടയുടെ ചേർന്നിട്ട് ഒരു ചർച്ച ഉണ്ട്. അവിടെ തേങ്ങ നടത്തി അവിടുത്തെ യുവജനങ്ങളെല്ലാം മുറ്റത്തുണ്ടായിരുന്നു. അവർ ഇത് കണ്ട് കൈകാര്യം ചെയ്ത് വിട്ടത്. അപ്പൊ ഈ വിധത്തിലാണ് ആയുവിൽ പൊറുതിമുട്ടുന്നത്. ഇതിനെല്ലാം ഒരു അടിയന്തരമായിട്ടൊരു അവസാനം ഉണ്ടാകണം. ഈ ആയുരിലെ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലം കേന്ദ്രീകരിച്ച് എല്ലാ ഇവരുടെ ശല്യങ്ങളാണ്. അതിനൊക്കെ ഒരു അറിഞ്ഞുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് സർക്കാരിൻ്റെ കൂടെ നമ്മൾ കൈകോർത്തിരിക്കുന്നത്. അല്ലാതെ നമ്മൾ പാർട്ടിയൊന്നും നോക്കിയിട്ടല്ല. എല്ലാ ഈ ആയുർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അല്ലെങ്കിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാനത്ത് ഉള്ള എല്ലാവരും വിവിധ പാർട്ടിയിലുള്ളവരാണ്. നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നല്ലതെന്ന് പറയും, കൂടെ ചേരും. വികസന പ്രവർത്തനങ്ങൾക്ക് നമ്മൾ കൈകോർക്കും, സാധാരണയാണ്. ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വലിയ വിപത്താണ്. ഈ വിപത്തിനെതിരെ കൈകോർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. കേരളത്തിൽ മൊത്തം 10.5 ലക്ഷം വ്യാപാരികളുണ്ട്. ഇവരെല്ലാം പാർട്ടി മറന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകോർത്ത് കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CA ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സ്വാഗതം പറയാനായിട്ട് ഞാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കൂടിയിട്ട് ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രിയങ്കനായ അധ്യക്ഷൻ, നമ്മുടെ യൂണിറ്റിന്റെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ കോട്ടങ്കര അവർ, ഈ യൂണിറ്റിന്റെ ട്രഷറർ ശ്രീ വിൽസൺ മാത്യു, ഈ യൂണിറ്റിന്റെ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ,
എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, നമ്മളെ സേവിക്കുന്ന പ്രിയപ്പെട്ട ചുമട്ടുതൊഴിലാളി സുഹൃത്തുക്കൾ, ടാക്സി ഡ്രൈവർമാർ, നമ്മുടെ ബിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയമുള്ളവർ, നമുക്ക് ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടായ ഒരു വലിയ ഒരു ദൈവാധീനമായി ഞാൻ കാണുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങളുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജില്ലയിലെ കമ്മീഷണർ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്ത് എല്ലാ യൂണിറ്റുകളിലും നടപ്പാക്കുന്നതിന് വേണ്ടി യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ചടയമംഗല CI കണ്ണൻ സാറിനെ ഞാൻ ഈ കാര്യം വിളിച്ചറിയിക്കുകയും വിളിച്ച ഉടൻ തന്നെ കൃത്യമായ സമയത്ത് ഞാൻ എത്തിച്ചേരുമെന്ന് എന്നെ ഏൽക്കുകയും അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യ പരിപാടിയായിരുന്നു ഈ തൂഫാൻ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങൾ കൂടിയും പത്രമാധ്യമങ്ങൾ കൂടിയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എത്ര കോടി രൂപയുടെ മരുന്നുകളാണ്, മയക്കുമരുന്നുകളാണ്, MDMA ആയാലും കഞ്ചാവായാലും രാസലഹരികളും ഒക്കെ വലിയ തോതിൽ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പോലീസിന്റെ നമ്മുടെ പോലീസ് സേന വളരെ ശക്തമായി ഈ ഒരു കാര്യവുമായി മുന്നോട്ട് നീങ്ങി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഇതിന് പൂർണ്ണ അധികാരം സർക്കാർ പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്കും സുതാര്യമായി പോലീസിനെ അറിയിക്കുന്നതിനും 12 ലക്ഷം വ്യാപാരികളുണ്ട്. ഇവരെല്ലാം പാർട്ടി മറന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾ ഈ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകോർത്തു കൊടുത്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട CI ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ സ്വാഗതം പറയാനായിട്ട് ഞാൻ യൂണിറ്റ് ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കൂടിയെ ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ്, നമ്മുടെ യൂണിറ്റിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടങ്കര അവർ, ഈ യൂണിറ്റിന്റെ ട്രഷറർ ശ്രീ വിൽസൺ മാത്യു, ഈ യൂണിറ്റിന്റെ സെക്രട്ടറിമാർ, വൈസ് പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, നമ്മളെ സേവിക്കുന്ന പ്രിയപ്പെട്ട ചുമട്ടുതൊഴിലാളി സുഹൃത്തുക്കൾ, ടാക്സി ഡ്രൈവർമാർ, നമ്മുടെ ബിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പ്രിയമുള്ളവർ, നമുക്ക് ഇന്ന് ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ നമുക്ക് അവസരമുണ്ടായ ഒരു വലിയ ഒരു ദൈവാധീനമായി ഞാൻ കാണുകയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങളുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ തീരുമാനമനുസരിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജില്ലയുടെ കമ്മീഷണർ ബുധനാഴ്ച ഉദ്ഘാടനം ചെയ്ത് എല്ലാ യൂണിറ്റുകളിലും നടപ്പാക്കുന്നതിന് വേണ്ടി യൂണിറ്റ് അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ ചടയമംഗല CI കണ്ണൻ സാറിനെ ഞാൻ ഈ കാര്യം വിളിച്ചറിയിക്കുകയും വിളിച്ച ഉടൻ തന്നെ കൃത്യമായ സമയത്ത് ഞാൻ എത്തിച്ചേരുമെന്ന് എന്നെ ഏൽക്കുകയും അതനുസരിച്ചാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള ആദ്യ പരിപാടിയായിരുന്നു ഈ തൂഫാൻ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, മാധ്യമങ്ങൾ കൂടിയും പത്രമാധ്യമങ്ങൾ കൂടിയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഡെയിലി എത്ര കോടി രൂപയുടെ മരുന്നുകളാണ്, മയക്കുമരുന്നുകളാണ്, MDMA ആയാലും കഞ്ചാവായാലും രാസലഹരികൾക്കൊക്കെ വലിയ തോതിൽ പിടിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പോലീസിന്റെ നമ്മുടെ പോലീസ് സേന വളരെ ശക്തമായി ഈ ഒരു കാര്യവുമായി മുന്നോട്ട് നീങ്ങി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം നമുക്കറിയാം, ഇതിന് പൂർണ്ണ അധികാരം സർക്കാർ പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ ജനങ്ങൾക്കും സുതാര്യമായി പോലീസിനെ അറിയിക്കുന്നതിനും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നവരെ കയ്യോടെ പിടിച്ച് കയ്യാമം വെക്കുന്നതിനുള്ള എല്ലാ നടപടികളും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് പോലീസ് സേനയ്ക്ക് നൽകിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി നമ്മുടെ പ്രിയങ്കരനായ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ
കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് നമ്മുടെ പ്രിയങ്കരനായ വ്യാപാരി വ്യവസായ ഏകോപനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജു അപ്സരയ്ക്ക് ഇതിനുള്ള അധികാരം നൽകുന്ന അധികാരപത്രം വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന വ്യവസായ സംഘടനയ്ക്ക് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള തീരുമാനം നൽകുകയുണ്ടായി. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളിതിനെ സ്വീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം കാണുന്നത് എത്രയോ മാതാപിതാക്കൾ, എത്രയോ കുഞ്ഞുങ്ങൾ, എത്രയോ പേർ ഈ ഒരു വിപത്തിൽ കൂടി വിഷമിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. തീർച്ചയായിട്ടും നമുക്കിവിടെ എന്റെ മുമ്പിൽ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണികളാണ്. അവരാണ് നമുക്ക് കൃത്യമായി ഈ സമയത്തിനൊക്കെയും പോലീസിനെയും ജനങ്ങളെയും അറിയിക്കുന്നതിനുള്ള ഒരു കണ്ണി പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരാണെന്ന് കൂടി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ സിഐയുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ആയൂരിനെ സംബന്ധിച്ചത് ആയൂരല്ല, ഇത് കേരളം മൊത്തമുള്ള വിപത്താണ്. ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ എക്സിക്യൂട്ടീവ് പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ അരിഷ്ടം എന്ന് പറയുന്ന ഈ മഹാവസ്തുവിനെ പറ്റി അവിടെ അഭിപ്രായം പറയുന്നുണ്ട്. ഈ അഭിപ്രായം പറഞ്ഞുടനെ ആ 45ഓളം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒത്തൊരുമിച്ച് ചാടി എഴുന്നിട്ട് ഞങ്ങളവിടെ ഇതേ വിഷയമാണ്, ഞങ്ങളുടെ അവിടെ ഇതേ വിഷയമാണെന്ന് പറഞ്ഞു ഇതിന് അവർ പിന്തുണ നൽകുന്ന ഒരു രംഗമാണ് കണ്ടത്. നമ്മുടെ ഈ അരിഷ്ടം, നമ്മുടെ ഈ വിദേശ മദ്യങ്ങളിൽ ഏറ്റവും വലിയ വിപത്തി അരിഷ്ടമാണ്. ഇത് 70 രൂപ ചെറിയ തുക മതി. ചെറിയ തുക കൊണ്ട് ഒരു ദിവസം ലഹരിയിൽ നടക്കുവാനുള്ള ഒരു സാധനമാണ് ഇപ്പോഴത്തെ ഈ അരിഷ്ടം. അത് ഇവിടെ മാത്രമല്ല, കേരളം ഒട്ടാകെ ഈ ഒരു വിപത്തുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് മന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇത് പരിശോധിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ആയൂരിനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുകയാണ്. പ്രസിഡന്റ് അതനുസരിച്ച് വിശാലമായോട് സംസാരിക്കുകയും ചെയ്യണം. മധ്യസ്ഥയിൽ വളരെ വിപത്തിൽ കൂടിയാണ് ഞങ്ങൾ വ്യാപാരികൾ ഇവിടെ അരിഷ്ടം അടിച്ചുകൊണ്ട് ഈ കമ്പികളിൽ തൂങ്ങി കിടന്നുകൊണ്ട് ഇതിലെ പോകുന്ന സ്കൂളിലെ കുട്ടികളെയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും അസഭ്യം പറയുകയും ഈ കഴിഞ്ഞ ദിവസം കൂടി ഇവിടെ ഒരാള് ഇവിടെ ഈ സൈഡിൽ കിടക്കുകയായിരുന്നു. ഇത് അടിച്ചുകൊണ്ട് നേരം എടുത്തപ്പോൾ തന്നെ കിടക്കുകയാണ്. ഇത് ചീത്തവിളി ബഹളവും വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ് ഞങ്ങൾ വ്യാപാരികളും നാട്ടുകാരും ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളൊക്കെ വളരെ ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച നമ്മുടെ SP ഷാജി സുമൻ സാറിന് ഞങ്ങൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് ഒരു കത്ത് കൊടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞു. അപ്പം പുതിയ DYSP ഒന്നാമതും തന്നെ ഏറ്റവും ആദ്യത്തെ കടമ്പ അത് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ചടയമംഗലം സ്റ്റേഷനിൽ അറിയിപ്പ് കിട്ടിയിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട CA ഇതിനെല്ലാം പല പ്രാവശ്യം പങ്കിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് വന്ന ഒരു SI പ്രദീപ് സാർ, ഇവിടുന്ന് ഇലക്ഷൻ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന പ്രദീപ് സാർ കൃത്യമായി രാവിലെയും വൈകിട്ടും പട്രോളിംഗ് നടത്തിക്കൊണ്ട് ഇത്തരം ആളുകളെ ഇവിടുന്ന് പായിച്ചത് മൂലം ഞങ്ങൾക്ക് ഒരു 2 മാസത്തോളം വളരെ സമാധാനപരമായി ഇവിടെ കച്ചവടം ചെയ്യുവാനും ഇവിടെ യാത്രക്കാർക്ക് യഥാർത്ഥം സഞ്ചരിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇനി ഇവിടെ വന്നിട്ടുള്ള ഈ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രിയപ്പെട്ട CA സാർ നിർദ്ദേശം കൊടുക്കണം. അടിയന്തരമായി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ ഇടറോഡുകൾ നടക്കുന്ന ആളുകളെ കണ്ട് അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നീട്ടിപ്പോകുന്നില്ല, ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യൂണിറ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടുങ്കരെ ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ പ്രിയങ്കരനായ CA സാറാണ്. വളരെ സാറ് വന്നിട്ട് ഈ ഇലക്ഷൻ സമയത്ത് വന്നതാണ്. സാർ വളരെ കൃത്യമായി നമ്മുടെ വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ കൃത്യമായി ഇടപെടുന്ന ഒരാളാണ് സാർ. ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് ഇതുപോലെ അഞ്ചൽ റോഡ് ഷാജി എന്ന് പറയുന്ന ഇവിടെ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ഒരു സാമൂഹിക വിരുദ്ധൻ ഓയൂർ റോഡിലുള്ള ഒരു മെഡിക്കൽ സ്റ്റോറിന് മുമ്പിൽ സ്ത്രീകളെ മരുന്ന് വാങ്ങാൻ വരുന്നവരെ പബ്ലിക്കായി ചീത്ത വിളിക്കുന്ന ഒരു സമീപനം ഉണ്ടായി. രാത്രി 8:30 മണി. ഞാൻ അപ്പോൾ തന്നെ CA അദ്ദേഹത്തെ വിളിച്ചു. സാറ് അന്നൊരു യാത്രയിലായിരുന്നു. ഉടൻ തന്നെ പോലീസ് സ്റ്റേഷൻ നിർദ്ദേശം കൊടുക്കുകയും അദ്ദേഹത്തെ ഉടൻ തന്നെ പോലീസ് എത്തുകയും അദ്ദേഹത്തെ എവിടെ നിന്നും കൊണ്ടുപോയില്ല, അദ്ദേഹത്തെ ഓടിച്ച് ചൂരിൽ വെച്ച് ഓടിച്ചു വിടുകയാണ് ഉണ്ടായത്. ഇവരെയൊന്നും കൊണ്ടുപോയി സ്റ്റേഷനിലൊന്നും ചെയ്യാൻ അവർക്കും പറ്റില്ല. പോലീസുകാരും മടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്തോടെ എത്തിച്ചേർന്ന ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ CA ശ്രീ കണ്ണൻ സാറിന് ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്യും. അടുത്തതായി സ്വാഗതം ചെയ്യാനുള്ള നമ്മുടെ വനിതാ വിഹിത നേതാക്കളായിട്ടുള്ള ശ്രീമതി രൂപൻ, ഷീജ, ഡെയ്സി, സരിത, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വ്യാപാരി വ്യവസായ
സെക്രട്ടറിമാർ, പ്രസിഡന്റുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ, മാധ്യമ പ്രവർത്തകർ, എല്ലാവരും ഒറ്റ വാക്കിൽ ഈ യോഗത്തിലെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് വ്യാപാരി വ്യവസായികൾ. അടുത്തതായി നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനും ലോഗോ പ്രകാശനം ചെയ്യുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട ശ്രീ കണ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. പറഞ്ഞെങ്കിലും നമ്മുടെ അംഗങ്ങളെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് കടന്നു വരാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ അടിയന്തരമായിട്ട് ശ്രീ കടൽ ബാബുവിന് മൈക്ക് കൈമാറുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വ്യാപാര വ്യവസായിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഷുക്കൂർ തോട്ടുങ്കര, ഇവിടെ സ്വാഗതം ആശംസിച്ച നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ പ്രസാദ് കോടിയാട്ടൻ, നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കരമരൻ ശ്രീ കണ്ണൻ സാർ ഉൾപ്പെടെ വ്യാപാര വ്യവസായ മകര സുഹൃത്തുക്കൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ സുഹൃത്തുക്കൾ, നമ്മുടെ ആയൂരിലെ ഒരു വിഷയം നമ്മുടെ സ്വാഗത പ്രസംഗം തന്നെ സൂചിപ്പിച്ചു. ആയൂർ ഒരു വിഷയം മാത്രമല്ല, ഒട്ടനവധി വിഷയങ്ങളുണ്ട്. കാരണം ഈ അരിഷ്ടമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയും മയക്കുമരുന്നും ബന്ധപ്പെട്ടും ഒക്കെ കഴിഞ്ഞ 10 വർഷക്കാലം ഇതിനനുഭവപ്പെട്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ആയൂരൊരു തീരാ ശാപമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായി ഒരു പദ്ധതി, തുഫാൻ എന്ന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് മനോരമ പത്രത്തിൽ നിങ്ങൾ അടുത്ത പേജിൽ കൊല്ലത്ത് മേൽപ്പാലത്ത് 2 സഹോദരങ്ങൾ വെള്ളമടിച്ച് കിടക്കുന്നതിൻ്റെ ഒരു ചിത്രം സഹിതമാണ്. അതിനേക്കായി മോശമായിട്ടാണ് ചില സമയങ്ങളിൽ ആയൂർ അത് മാറ്റിയെടുക്കുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്നില്ല. സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ബന്ധപ്പെട്ട പോലീസും എച്ചേസും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം, കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മുടെ വീട്ടമ്മമാർക്കും സഹോദരിമാർക്കും പോലും ഇന്ന് ചേർത്തലയിലൊരു സംഭവം നടന്നിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് നിങ്ങളെല്ലാം പത്രവായനയൊക്കെ വായിച്ചിട്ടുള്ള ആളാണെന്ന് തന്നെ. സ്വന്തം അച്ഛനെ കൊന്ന മകൻ, അങ്ങനെ നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുകയാണ്. ഇതിനൊരവസാനം കാണുവാൻ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കൂട്ടായ പ്രവർത്തനം നടത്തണം. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വ്യാപാര വ്യവസായ സംസ്ഥാന സമിതിയും ജില്ലാ കമ്മിറ്റിയും ഒരുമിച്ച് സമൂഹത്തിലെ മുഴുവൻ ആൾക്കാരെയും ചേർന്ന് പിടിച്ചുകൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പോരാടുവാൻ ഒറ്റക്കെട്ടായി ഇറങ്ങുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ആയൂർ വ്യാപാര വ്യവസായി സുഹൃത്തുക്കളും വ്യാപാരിയുടെ കമ്മിറ്റി ഒറ്റക്കെട്ടായിട്ട് ഇതിനെ എതിർക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇതിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതിനുള്ള തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചടയമംഗലം പോലീസിന്റെ എച്ച് ഒക്കെ സഹായ സഹകരണം ഉണ്ടാക്കണം എന്നുകൂടി ഈ അവസരത്തിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ തിന്മകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾക്ക് വ്യാപാര വ്യവസായി ആയൂരിൽ കഴിയട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. ബഹുമാനപ്പെട്ട SHO നന്ദസ്വാമിയെ ക്ഷണിക്കുകയാണ്. ഉദ്ഘാടനം പ്രസംഗവും ലാഘവ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപനസമിതിയുടെ പ്രവർത്തകർ, പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മൾ പോലീസും നമ്മുടെ സർക്കാരിൻ്റെ പുതിയൊരു പദ്ധതിയാണ് ഒരു ഓപ്പറേഷൻ തൂഫാൻ മാറ്റം. ഏകദേശം 2 ആഴ്ചയോളായി തുടങ്ങിയിട്ട് ഒട്ടനവധി കേസുകളൊക്കെ പോലീസും വളരെ പണിപ്പെട്ട് പിടിക്കുകയാണ്. അപ്പം നമുക്ക് ഈ കഞ്ചാവ് കേസുകളെ പിടിക്കുക എന്നുള്ളതിലുപരി പിടിക്കുന്നത് കൊണ്ട് മാത്രമായില്ല, ഇത് പിടിക്കുമ്പോൾ നാട്ടുകാരുടെ എല്ലാവരുടെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുറ്റം ചെയ്ത് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ മാത്രമേ കുറയ്ക്കാൻ പറ്റുള്ളൂ. എത്രത്തോളം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ, പിടിക്കപ്പെടുന്നതിലല്ല കാര്യം, ശിക്ഷിക്കപ്പെടുന്നതിലാണ് കാര്യം. പിടിക്കപ്പെട്ടിട്ട് പിന്നീട് അവർ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ ആ സമൂഹത്തിലൊരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. ഈ ശരിക്കും ഇതുപോലെ കേസുകൾ ട്രയൽ നടക്കുമ്പോൾ നമുക്കൊരു സ്വതന്ത്ര സാക്ഷിയെ പോലും കിട്ടാറുള്ളതാണ് വ്യക്തം.
അപ്പോൾ അത് കിട്ടണമെങ്കിൽ നാട്ടുകാരെ എല്ലാവരുടെയും ഒരു സഹകരണമാണ്. നമ്മളിപ്പോൾ ഒരു കഞ്ചാവ് കേസ് പിടിച്ചാലും ബാക്കി പുകയിലോട്ടിനെ പിടിച്ചാലും സ്വതന്ത്രമായിട്ട് ആൾക്കാർ മുന്നോട്ട് വരണം. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇത് ഞാൻ കോടതിയിൽ പോയി പറയാം എന്ന് പറഞ്ഞാൽ മാത്രമേ അതിന് ശിക്ഷ കിട്ടൂ. കാരണം പോലീസ് എടുത്തുന്ന ഇതുപോലുള്ള സ്വമേധയെടുക്കുന്ന കേസുകൾക്ക് ശരിക്കും ഒരു നിയമത്തിലൊരു ബലക്കുറവുണ്ട്. ആ ബലക്കുറവ് അത് അത്യാവശ്യം ബലപ്പെടുത്താൻ കഴിയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ്, ഒരു സ്വതന്ത്ര സാക്ഷിക്ക് മാത്രമാണ്. ഒരു ഈ കൃത്യം കണ്ടോണ്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിൽ പങ്കാളിയാവുന്ന ആൾക്കാർ വന്ന് മുന്നോട്ട് വന്ന് ഇതിനോട് സഹകരിച്ചാൽ മാത്രമേ ഇതിന് അന്ത്യം കുറിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ദിനംപ്രതി എത്ര കേസുകൾ പിടിച്ചാൽ അതിനൊരു പണിഷ്മെന്റ് ലെവലിലോട്ട് പോയില്ലെങ്കിൽ ഈ പിടിക്കുന്ന കേസുകളെല്ലാം തന്നെ വളരെ പാഴായി പോകുന്ന ഒരു സവിശേഷതയാണ് ഉള്ളത്. പല സമയത്തും കോടതികളിലെ ട്രയലുകളിൽ ഈ കേസുകളെല്ലാം വിട്ടുപോകുന്നത്. നിലവിലിപ്പം ഈ ആയുർ തന്നെ ഇപ്പം കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഏകദേശം നമ്മളൊരു 10-15ഓളം പോട്ട്പ കേസുകൾ മാത്രം മീൻസ് പുകയിലുൽപ്പന്നങ്ങൾ പിടിച്ച കേസുകൾ ഈ ആയുർ ചുറ്റിപ്പറ്റി ഒരുപാട് കടകളുണ്ട്. വർഷങ്ങളോളമായിട്ട് പുകയിലുൽപ്പന്നങ്ങൾ വിൽക്കുകയാണ്. അപ്പൊ അത് ഇനിയും വിൽക്കുന്നുണ്ടാവാം. ഇങ്ങനെയൊക്കെ വിൽക്കുമ്പോഴും നമുക്ക് ഇൻഫർമേഷൻ തന്നാൽ മതി. കാരണം എല്ലാ കടകളിലും കയറി റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ പരാതി ഉറപ്പായിട്ടും. അപ്പം വിൽക്കുന്ന കടകൾ നിങ്ങൾ ഓരോരുത്തരും രഹസ്യമായിട്ട് നമ്മൾ അറിയിക്കുക. ഉറപ്പായിട്ട് റെയ്ഡ് ഉണ്ടാവും, പിടിക്കുകയും ചെയ്യും. പിടിക്കുന്നതോടൊപ്പം തന്നെ അവർക്ക് ഇപ്പം ഞാൻ പഞ്ചായത്തിൽ അവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിക്വസ്റ്റ് കൂടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇങ്ങനെ വിറ്റ് വെക്കുക, വീണ്ടും അടുത്ത ദിവസം പിടിക്കുക, ഇതൊരു ബെയിലബിൾ ഒഫൻസ് മാത്രമാണ്. കൂടുതലായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. പെറ്റി മാത്രം അടച്ചു വന്നു. അപ്പോൾ പൂർണ്ണമായിട്ട് നിർത്തണമെങ്കിൽ വ്യാപാരി വ്യവസായികളുടെ ഒരു സഹകരണം കാണും. കടകളിലാണ് കൂടുതൽ വിൽക്കുന്നത്. പ്രദേശവാസികൾ കൂടുതൽ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നത് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം എത്ര രഹസ്യമായിട്ട് വരുന്ന പകരം ആൾക്കാർ കാണുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പം ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് പിന്തുണ ഈ ഭാഗത്തുള്ള വ്യാപാരി വ്യവസ്ഥയിലൊന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഉറപ്പായിട്ട് പ്രോഗ്രാം നല്ല രീതിയിൽ പോകണമെന്നാണ് എനിക്കുള്ളത്. കാരണം കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഈ ലഹരി ഉപയോഗിച്ച് വളരെ എന്താ പറയുക അവരുടെ ആരോഗ്യമൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു. ഇപ്പോഴത്തെ തലമുറ ഒരുപാട് സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒരുപാട് പണം വേണം. ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചുള്ള ആരോഗ്യം നമ്മൾ സാധാരണ മദ്യപിക്കും പോലെ ഒന്നും അല്ല. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആരോഗ്യം ക്ഷയിക്കും. അവരുടെ ഫ്യൂച്ചർ തന്നെ വളരെ അവതാളത്തിലാവും. അപ്പൊ അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക തന്നെ വേണം. അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ എല്ലാവരുടെ സഹകരണയും മാത്രമല്ല, പോലീസ് എന്നൊരു ഡിപ്പാർട്ട്മെന്റ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു പണിഷ്മെന്റ് ലെവലിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും എല്ലാ ആൾക്കാരും മുന്നോട്ട് വന്നാൽ മാത്രമേ ഇവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ഡ്രഗ് പെഡലേഴ്സിനെയും ബാക്കിയുള്ള എല്ലാം ഒറ്റപ്പെടുത്തിയാൽ മാത്രമേ ഇതിനൊരു അറുതി വരുത്തുവാനായിട്ട് സാധിക്കുള്ളൂ. അപ്പം ഈ കാര്യത്തിൽ എല്ലാവരുടെയും സഹകരണം ഞാൻ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നു. നാട്ടുകാരുടെയും വ്യാപാരി വ്യവസായികളുടെയും പിന്നെ മാധ്യമ പ്രവർത്തകരുടെയും എല്ലാവരുടെയും ഒരു സഹകരണം ഇതിലുണ്ടാവണം. നമുക്ക് ഇൻഫർമേഷൻ തരിക, നമ്മളോട് കൂടെ നിൽക്കുക. ഇവർക്ക് കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾ തരിക. എങ്കിൽ മാത്രമേ പോലീസ് എന്ന ഡിപ്പാർട്ട്മെന്റ് ഇതിൽ വിജയം കൈവരിക്കാനായിട്ട് സാധിക്കൂ. പിന്നെ ഇതിൽ ക്ഷണിച്ചതിന് എല്ലാവിധത്തിലുള്ള നന്ദിയും അർപ്പിച്ചുകൊണ്ട് പറഞ്ഞ പോലെ ഈ അരിഷ്ടക്കടകളിൽ ശരിക്കും ലൈസൻസ് കൂടെ പ്രവർത്തിക്കുന്ന സംഗതികളാണ്. അത് ലൈസൻസ് ക്യാൻസൽ ചെയ്യിപ്പിക്കുക. അത് കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് നോട്ടീസ് കൊടുത്താൽ പൂർണ്ണമായിട്ട് നിർത്തണമെങ്കിൽ അത് ഡ്രഗ് കൺട്രോൾ യൂണിറ്റ് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത് മദ്യപിച്ച് ഇവിടെ വരുന്ന ആൾക്കാർ നമുക്കിപ്പം ഈ മദ്യപിച്ച് ലക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത നമ്മളിപ്പം കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ പെട്രോൾ നടന്നുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ തുടർന്ന് ചെയ്യും. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ടൂടി അറിയിച്ചു. നമ്മുടെ ഇതിന്റെ ഒരു ലോഗോ ഉണ്ട്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മളിത് പ്രദർശിപ്പിക്കും. ഇതിന്റെ ഉദ്ഘാടനം നമ്മുടെ നിർവഹിക്കുകയാണ്. ലോഗോയുടെ ഉദ്ഘാടനം താങ്ക് യു സാർ, താങ്ക് യു. ഇത്രയും തിരക്കുണ്ടായിട്ട് കൃത്യസമയത്ത് എത്തി ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങളെ ഈ ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട CI ഒരിക്കൽ കൂടി ആയുർ യൂണിറ്റിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.
എല്ലാവർക്കും നന്ദി.